മങ്കി പോക്സ് സംശയത്തിലൊരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും? ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത്. അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത്. പ്രത്യേക ടോയ്ലറ്റാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശോധനാ ഫലം വന്നാൽ ഉടൻ തന്നെ കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാറുള്ളത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നതാണ്. പുതിയ കേന്ദ്ര ആരോഗ്യമന്ത്രി വന്നതിന് ശേഷം കത്തിലൂടെയാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് അദ്ദേഹത്തെ കാണുന്നതിനും സ്വാഭാവികമായി നമുക്ക് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്ക് നേരത്തെ ലഭിച്ചത് ഇന്ന് ഉച്ചയ്ക്കാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തെ കാണും. തീർച്ചയായിട്ടും നിപ്പ സംബന്ധിച്ചിട്ടുള്ള നിപ്പയുടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആ കാര്യങ്ങളും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതോടൊപ്പം കേരളത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ മന്ത്രിയുമായി സംസാരിക്കും. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. കേന്ദ്രത്തിൻ്റെ ചില നിർദ്ദേശങ്ങളും നടപടികളും നമ്മൾ എതിർക്കുകയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ടോ? പ്രത്യേകിച്ച് അവരുടെ ചില പബ്ലിസിറ്റി ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തർക്കമുണ്ടായിരുന്നു. അല്ല, അതൊക്കെ നമ്മൾ പരിഹരിച്ചല്ലോ. അതായത് നമുക്കത് കോബ്രാൻഡിങ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുള്ള നടപടികളാണ്, ആശയവിനിമയം നടത്തി അത് പരിഹരിച്ചിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം നമുക്ക് ഈ വർഷത്തെ NHM ഫണ്ടൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് നല്ല പ്രതീക്ഷയാണുള്ളത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിക്കുന്നതാണ്. ഈ വയനാട് ദുരിതബാധിതർക്കായി സർക്കാർ ചെലവഴിച്ച പണം സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ചില കുരുത്തക്കേടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. മിനിസ്റ്ററുടെ ഒരു നോട്ടത്തിൽ എങ്ങനെയാണത്? വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ചില പ്രചരണങ്ങളാണ് നടക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു നന്മയെ അല്ലെങ്കിൽ ആ ഒരു പൊതു നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട്, അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായിട്ടുള്ള ശ്രമമായിട്ട് ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. വളരെ ക്ലിയറായി ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളതും അത് വളരെ വ്യക്തമായി ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പല മാധ്യമങ്ങളും ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിഴവ് വന്നു. ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.